السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يهاجر في سبيل الله يجد في الأرض مراغما كثيرا وسعة ومن يخرج من بيته مهاجرا إلى الله ورسوله ثم يدركه الموت فقد وقع أجره على الله وكان الله غفورا رحيما. قال رسول الله صلى الله عليه وسلم: إنما الأعمال بالنيات وإنما لكل امرئ ما نوى فمن كانت هجرته إلى الله ورسوله فهجرته إلى الله ورسوله ومن كانت هجرته إلى الدنيا يصيبها أو امرأة ينكحها فهجرته إلى ما هاجر إليه. ഹദ്ദർനിയരായ ഉസ്താദന്മാരെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, മാതാപിതാക്കളെ, എന്റെ ശബ്ദം ശ്രദ്ധിച്ച് കേൾക്കുന്ന നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ട് ആഘോഷിക്കുന്ന റബീഉൽ അവ്വൽ മാസത്തിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് ഹിജ്റയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഐതിഹാസിക സംഭവങ്ങളിൽ ഒന്നായിരുന്നു മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബത്തിന്റെയും ഹിജ്റ. നബുവത്തിന് 13 വർഷം ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 53-ാം വയസ്സിൽ സഫർ 27-നായിരുന്നു ചരിത്രത്തിന്റെ തങ്കതാളുകളിൽ ഇന്നും സുവർണ്ണ ലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ട ഹിജ്റ സംഭവിച്ചത്. സ്വന്തം നാട്ടിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാകുമ്പോൾ മറ്റൊരു നാട്ടിലേക്ക് ജനങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായും സമാധാനത്തെയും സുരക്ഷിതത്തെയും ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന യാത്രയ്ക്കാണ് ഹിജ്റ എന്ന് പറയുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിന്റെയും ഹിജ്റ ഒരു ഒളിച്ചോട്ടമായിട്ടും ജീവനെ കൊതിച്ചുള്ള ഒരു രക്ഷപ്പെടലായിട്ടും കണക്കാക്കുന്ന ചരിത്രകാരന്മാർ അവർ എത്രയോ വിഡ്ഢികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിന്റെയും ഹിജ്റ ഒരിക്കലും ഒരു ഒളിച്ചോട്ടമായിരുന്നില്ല, മറിച്ച് വ്യക്തമായ ഒരു പ്ലാനിങ്ങോടുകൂടി നീണ്ട സമയത്തിന്റെ കാത്തിരിപ്പുകൾക്കും പ്രയത്നങ്ങൾക്കും വിരാമിട്ടുകൊണ്ടുള്ള ഒരു ഗമനമായിരുന്നു പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും ഹിജ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിന്റെയും ഹിജ്റ ഒരു വിനോദയാത്രയോ കച്ചവടം, തൊഴിൽ എന്നിവയിലൂടെ വരുമാനം സമ്പാദിക്കുന്നതിനുള്ള യാത്രയായിരുന്നില്ല, മറിച്ച് സ്വന്തം ജന്മനാടിനെയും കൂട്ടുകുടുംബാദികളെയും നീണ്ടകാലം ജീവിച്ചു വളർന്ന വീടിനെയും ചുറ്റുപാടുകളെയും ജീവിതത്തിൽ എന്തെല്ലാം സമ്പാദിച്ചുവോ അതിനെയെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള ഹൃദയഭേദകമായ ഒരു യാത്രയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബത്തിന്റെയും ഹിജ്റ. നബുവത്തിന്റെ 13-ാം വർഷം AD 622 ജൂൺ മാസത്തിൽ നടന്ന ഹജ്ജിൽ ഖുറൈശികളോടൊപ്പം പങ്കെടുക്കുന്നതിന് വേണ്ടി 70-ൽ പരം മുസ്ലിമീങ്ങൾ മക്കയിലേക്ക് എത്തിച്ചേർന്നു. അവർ ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ പ്രാമുഖ്യം നൽകിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനായിരുന്നു. അവർ അങ്ങനെ മക്കയിൽ എത്തിച്ചേർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധം സ്ഥാപിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എപ്പോഴാണ് കണ്ടുമുട്ടാൻ സാധിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്വേഷിക്കുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അയ്യാമു തശ്രീഖിന്റെ 2-ാം ദിവസം രാത്രി മിനയിലെ ജംറത്തുൽ ഊലയുടെ പരിസരത്ത് വെച്ച് നമുക്ക് കണ്ടുമുട്ടാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി. ഈ കാര്യം മുസ്ലിമീങ്ങളായ സഹാബത്തുകൾ പരസ്പരം രഹസ്യമായി കൈമാറി. അങ്ങനെ നിശ്ചയിക്കപ്പെട്ട ദിവസം രാത്രി മുസ്ലിങ്ങൾ തന്റെ ഖുറൈശികളോടൊപ്പം തന്റെ ടെന്റിൽ കിടക്കാൻ ഉറങ്ങി. രാത്രിയുടെ 1/3 കഴിഞ്ഞപ്പോൾ അവർ അതീവ രഹസ്യമായി ആരും അറിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. അതായത് മിനയുടെ ജംറത്തുൽ ഊലയുടെ പരിസരത്ത് അവർ എത്തിച്ചേർന്നു. കുറച്ചു കഴിഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പുത്രവിയനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടേക്ക് വന്നു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം കാര്യം ഉടമ്പടി എടുക്കുകയും അതിലൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ മദീനയിലേക്ക് വന്നാൽ എനിക്ക് പൂർണ്ണ സംരക്ഷണം നൽകണമെന്നത്. ഈ ഉടമ്പടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രമുഖന്മാരായ 12 പേരെ അതിനുവേണ്ടി തിരഞ്ഞെടുത്തു. അങ്ങനെ ദിവസങ്ങൾ ധാരാളം കഴിഞ്ഞു പോയി. തുടർന്ന് മുസ്ലിമീങ്ങൾക്ക് മക്കയിൽ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മുസ്ലിമീങ്ങളായ സഹാബത്തുകൾക്ക് മദീനയിലേക്ക് ഹിജ്റ പോകാനുള്ള അനുമതി നൽകി. ഈ അപകടം അറിഞ്ഞ മുസ്ലിമുകൾ ദാറുന്നദവയിൽ ഒരു യോഗം കൂടുകയും
ആ യോഗത്തിൽ ധാരാളം അഭിപ്രായം മുന്നോട്ട് വെക്കുകയും എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കണമെന്ന അഭിപ്രായം അവർ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഈ അഭിപ്രായം മുസ്ലിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ ദൂതരെ, താങ്കൾക്ക് അല്ലാഹു ഹിജ്റ പോകാനുള്ള അനുമതി നൽകിയിരിക്കുകയാണ്. മാത്രമല്ല ജിബ്രീൽ അലൈഹിസ്സലാം അതിന്റെ രീതിയും അതിന്റെ സമയവും കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയിച്ചു കൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയപ്രകാരം ഉച്ചയായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വരികയും കാര്യങ്ങളെല്ലാം സമയവും രീതിയും എല്ലാം പറഞ്ഞു കൊടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. അന്ന് രാത്രി അലി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിരക്കിൽ കിടക്കാൻ കൽപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് വളഞ്ഞു. എന്നിരുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിലൂടെ തന്നെ വളരെ അത്ഭുതകരമായി അവർക്കിടയിലൂടെ തന്നെ പുറപ്പെട്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലെത്തി. അവർ രണ്ടുപേരും ഉടനെ യാത്ര ആരംഭിച്ച് അവർ രാത്രി സൗറുഖയിൽ എത്തിച്ചേർന്നു. അത് നബുവത്തിന്റെ 14-ാം വർഷം സഫർ 27 വെള്ളിയാഴ്ച രാവിലായിരുന്നു മഹാന്മാരായ പണ്ഡിതന്മാർ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു. അവർ 3 രാവും പകലും ആ ഗുഹയിൽ കഴിഞ്ഞുകൂടി. രാത്രിയാകുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുള്ളയും അടിമയായ ആമിർ ബിൻ ഫുഹൈറയും അവർക്ക് വേണ്ടി ഭക്ഷണവും പാനീയവും കൊണ്ടുവരികയും പ്രഭാതമാകുന്നതിന് മുമ്പ് ആരും അറിയാതെ രഹസ്യമായി തിരിച്ചു മടങ്ങുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് റബീഉൽ അവ്വൽ 1 തിങ്കളാഴ്ച രാവിലെ അവർ മദീനയിലേക്ക് പുറപ്പെട്ടു. കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും കൂടെ ആമിർ ബിൻ ഫുഹൈറയും വഴികാട്ടിയ അബ്ദുല്ലാഹി ബിൻ അരീഖത്തും കൂടെ ഉണ്ടായിരുന്നു. അവർ അങ്ങനെ യാത്ര തുടർന്നു. വഴിക്കിടയിൽ വെച്ച് സുറാഖത്ത് ബിൻ മാലിക് എന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘത്തെ കാണാനിടയായി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംഘത്തെ കണ്ട് മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുന്നതിന് വേണ്ടി സുറാഖത്ത് ബിൻ മാലിക് എന്ന വ്യക്തി അമ്പെടുത്തതും അദ്ദേഹത്തിന്റെ കുതിരയുടെ മണ്ണിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായം ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിച്ചു. രണ്ടാമത് വീണ്ടും അമ്പെയ്യാൻ ആരംഭിച്ചു. അപ്പോഴും അദ്ദേഹത്തിന്റെ കുതിരയുടെ മണ്ണിലേക്ക് കൊണ്ടുപോയി. എന്നാൽ രണ്ടാമത് അദ്ദേഹം ഒരു കരാറെടുത്തു. ഇനി ഞാൻ ഇത് ആവർത്തിക്കില്ല എന്ന് കരാറെടുത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സഹായിച്ചു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ, ഞാൻ താങ്കൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞങ്ങളെ കണ്ട കാര്യം നീ ആരോടും പറയാതിരുന്നാൽ മാത്രം മതി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സംഘം യാത്ര ആരംഭിച്ചു. പിന്നെ മറ്റൊരിടത്ത് വെച്ച് അബൂ ഹുറൈറ എന്ന വ്യക്തി ഈ സംഘത്തെ തിരിച്ചറിയുകയും ആ വ്യക്തിയാണെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുന്നതിലൂടെയുള്ള ആ സമ്മാനം കൈപ്പറ്റുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംസാരിക്കുകയും സംസാരിച്ച അവസാനം അദ്ദേഹം മുസ്ലിമായി മാറുകയും ചെയ്തു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഘം യാത്ര ആരംഭിച്ചു. ഉമ്മു മഅബദിന്റെ വീടിന്റെ അടുക്കൽ എത്തിയപ്പോൾ ഉമ്മു മഅബദിന്റെ വീട്ടിൽ കയറി ഭക്ഷണം കഴിക്കുകയും അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഉമ്മു മഅബദിന് ധാരാളം അത്ഭുതകരമായ കാര്യങ്ങൾ കാണാൻ ഇടയാവുകയും ചെയ്തു. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തുകളും യാത്ര ആരംഭിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘത്തെയും തേടി ഉമ്മു മഅബദിന്റെ വീട്ടിൽ വന്നു. എന്നാൽ പക്ഷേ ഉമ്മു മഅബദ് ഉണ്ടല്ലോ, ഉമ്മു മഅബദ് അതീവ തന്ത്രപരമായി ആ മുശ്രിക്കുകളെ മക്കയിലേക്ക് തിരിച്ച് മടക്കി അയച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും യാത്ര തുടങ്ങി. ഒരാഴ്ചത്തെ ത്യാഗം നിറഞ്ഞ കഷ്ടപ്പാടിനൊടുവിൽ അവർ വളരെ സുരക്ഷിതമായി അവർ മദീനയിലേക്ക് ഖുബൈയിൽ എത്തിച്ചേർന്നു. തീവ്രതയുടെയും ഭീകരവാദത്തിന്റെയും മുദ്രകുത്തി ഇസ്ലാമിക സമൂഹത്തെയും ഇസ്ലാമിനെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന നാട്ടിലാണ്, ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും നിർബന്ധമായ കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റലും അതിനെ പഠിക്കലും അതിനെ പഠിപ്പിക്കലും അതിനെ ജീവിതത്തിൽ പ്രാവർത്തിക്കലും വളരെ അത്യാവശ്യപരമായ കാര്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ചെറിയ പ്രസംഗം നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.